കേരള കോൺഗ്രസ് എമ്മിലും പേയ്മെന്റ് സീറ്റ് വിവാദം. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയുമായ ഡെന്നിസ് കെ ആന്റണിയാണ് ആരോപണം ഉന്നയിച്ചത്. കൊടിയേക്കാൾ വലുത് കോടികളെന്ന് ഡെന്നിസ് കെ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഇപ്പോഴിതാ കേരള കോൺഗ്രസ് എമ്മിലും പേയ്മെന്റ് സീറ്റ് വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിലിപ്പോൾ കൂടുതൽ വിശദീകരണങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? രൂക്ഷമായൊരു വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഡെന്നിസ് കെ ആന്റണി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യം ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ നിരായുധന്റെ ആയുധമാണ് മൗനം എന്ന കാഴ്ചപ്പാടിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ തനിക്കെതിരെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു എസ് ചിറയത്തിന്റെ അനുകൂലികൾ തനിക്കെതിരെ പല വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അത് തന്നെ മാനസികമായി വിഷമിപ്പിച്ചു. താൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആശുപത്രിയിലായിരുന്നു. അതിനുശേഷമാണ് ഇത് തനിക്ക് തുറന്ന് പറയണം എന്ന് തോന്നിയത്. ഇതൊരു പേയ്മെന്റ് സീറ്റാണ്, അതായത് ആ പണം കൊടുത്താണ് LDF സ്ഥാനാർത്ഥി അവിടെ സീറ്റ് സ്വന്തമാക്കിയതെന്ന് കൂടിയാണ് ഡെന്നിസ് കെ ആന്റണി പറയുന്നത്. കൊടിയേക്കാൾ വലുതാണ് കോടിയെന്നും വാടക വീടിനേക്കാൾ വലുതാണ് സ്വർണ്ണമഹലെന്നും ഈ തെരഞ്ഞെടുപ്പ് തന്നെ പ്രവർത്തിച്ചു. തന്റെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനം അത് കറകളഞ്ഞൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ഒരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ കൈക്കൂലിയോ ഒന്നും തന്നെ താൻ ആരിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ തന്നെ വേദനിപ്പിച്ചു. സീറ്റ് നൽകാമെന്ന് പാർട്ടി പറഞ്ഞ് വഞ്ചിച്ചു, ചതിച്ചു എന്നുകൂടി അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്ന് രാവിലെ കൂടി 6:14 പോലും എന്നെ പാർട്ടി നേതൃത്വം വിളിച്ച് താനായിരിക്കും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി, പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഏറെ വിഷമിപ്പിച്ചത് കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ബിജു എസ് ചിറയത്തിന്റെ പേരായിരുന്നു. കാരണം ബിജു എസ് ചിറയത്ത് കോൺഗ്രസ് വിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ചാലക്കുടിയിൽ 2016 അന്ന് താൻ മത്സരിച്ചിരുന്നു. 2021 താൻ അന്ന് മത്സരിച്ചിരുന്നു. പക്ഷെ അന്ന് തോറ്റുപോയി. പക്ഷെ പിന്നീട് 26 മത്സരത്തിൽ താൻ അവിടെ വിജയിക്കുന്നതിന് വേണ്ടി ചാലക്കുടിയിലെ വാടക വീട്ടിൽ വന്ന് താമസിച്ച് അവിടെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഏറെ